ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് കുറച്ച് സമയം വചനത്തിലൂടെ കടന്നു പോവുകയും നമുക്കൊരു സങ്കീർത്തനമുണ്ട്. 114 സങ്കീർത്തനം 114 8 വചനങ്ങൾ അടങ്ങിയ ഒരു ചെറിയ സങ്കീർത്തനമാണ് 114 സങ്കീർത്തനം. കയ്യിലുള്ളവർ പ്രാസംഗിക്കുന്ന പെട്ടിക്ക് പെട്ടെന്ന് എടുത്ത് പഠിക്കും. എന്താണ് എഴുതിയിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ മക്കൾ. നമുക്കറിയാം, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് കർത്താവിന് ബലിയർപ്പിക്കാനായി ഒരു യാത്ര പുറപ്പെടുകയും തലേ ദിവസത്തെ പെസഹ ഭക്ഷണത്തിന്റെ കടന്നുപോകൽ ഭക്ഷണത്തിന്റെ വലിയ കൃപയും സ്വന്തമാക്കി ഒരു രാത്രി അവർ പുറപ്പെടുകയും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഞാനും നിങ്ങളും ഇതുപോലൊരു യാത്രയാണ്. ആണോ അല്ലയോ? ആണോ? ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾക്ക് അറിയാമോ? ചെറുകളുണ്ട്. അറിയാമോ? 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 അവരുടെ പറഞ്ഞോ മരുഭൂമി അലയണമെന്ന് കർത്താവ് പറഞ്ഞോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ മഞ്ഞ ഒഴിക്കുമെന്ന് കർത്താവ് പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈശോ കർത്താവ് എന്ന് പറഞ്ഞു, നിങ്ങൾ പുറപ്പെടണം, നിങ്ങൾ നടക്കണം, നിങ്ങൾ നടന്നേ പറ്റൂ എന്ന് വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ വിളിയായിട്ടാണ് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ തന്നെ മുകളിൽ മേഘമായിരുന്നു. ആര് വന്നു? ദൈവം. രാത്രിയിൽ അഗ്നിസ്തംഭമായിരുന്നു കർത്താവ്. ഒറ്റ ഉറപ്പേ കൊടുത്തുള്ളൂ, ഞാൻ നിന്റെ കൂടെ നീ എന്ത് ചെയ്യണം? നടക്കണം. ഞാൻ പറഞ്ഞിടത്തേക്ക് നടക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒക്കെ ജീവിതം എത്ര വർഷമുണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആരുടെങ്കിലും പ്രത്യേകമായി ഉണ്ടോ? എന്ന് മരിക്കും, 7 ദിവസം മരിക്കും, 7 സെക്കൻഡ് മരിക്കുമെന്ന് പറഞ്ഞോ? ഇല്ല. പക്ഷെ എന്തുകൊണ്ട് കർത്താവ്? നീ ജീവിക്കണം, നീ നടക്കണം, നീ മുന്നോട്ട് പോകണമെന്ന് ആര് പറഞ്ഞു? കർത്താവ് അനുവദിച്ചു. അതുകൊണ്ടല്ലേ നടക്കുന്നതാണോ? ദൈവം അനുവദിച്ചതുകൊണ്ട്, ദൈവം എന്നോട് നടക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് ഈ ദിവസം ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ആണോ? ദൈവത്തിന്റെ അനുവാദത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഭാഗമായി ഈ ജീവിതത്തിന്റെ യാത്രയിൽ ഇന്ന് ഈ വഴിയിൽ ഇവിടെ ഞാൻ എത്തി നിൽക്കുമ്പോൾ നാളെ ഒരു സ്റ്റെപ്പ് ഏതെന്ന് എനിക്ക് വെക്കാറുണ്ട്. അതേതാണെന്ന് എനിക്കും നിങ്ങൾക്ക് പറഞ്ഞുകൂടാ. പക്ഷെ നമുക്കറിയാം, ദൈവത്തിന്. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ 2 വചനം വായിച്ചു. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വചനം, യാക്കോബിന്റെ മകൻ അന്യഭാഷ സംസാരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ. ഒരു പുറപ്പെടലാണ്. ഈജിപ്ത് മക്കളിൽ നിന്ന് ജനം ഒരുമിച്ച് ഒന്ന് പുറപ്പെടുകയാണ്. 2 വചനം വായിച്ചു. എന്ത് സംഭവിച്ചു? അവരുടെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവരുടെ ദൈവം പറഞ്ഞത് കേട്ട് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. വലിയ കർത്തതയിൽ നിന്ന് ദൈവം പറഞ്ഞത് കേട്ട് മുന്നിലൊന്നും അറിയില്ല. അവർ ദൈവത്തെ കൂട്ടുപിടിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് ആരുടെ സ്വന്തമായ വചനമാണ്? ആരുടെ സ്വന്തമായ വചനം പറഞ്ഞിരുന്നേ? അതൊക്കെ വായിക്കുന്നതിന്റെ വചനം വെച്ചിട്ടുണ്ട്. അവരുടെ വിശുദ്ധ മന്ദിരവും അതുപോലെ പറവോയുടെ അധിപത്യത്തിൽ പറവോയുടെ സ്വന്തമായ ജനം അവിടെ നിന്ന് ദൈവം പറഞ്ഞത് കേട്ട് നടന്നു തുടങ്ങിയപ്പോൾ അവരാരുടെ സ്വന്തമായി? ദൈവത്തിന്റെ സ്വന്തം. ഇവിടെ ഈശോ പറയുകയാണ്, പ്രിയപ്പെട്ട മകനെ, മകളെ, ജീവിതയാത്രയിൽ ഞാനും നിങ്ങളും പല വ്യക്തികളുടെ സ്വന്തമായിരിക്കും. അവിടെ ദൈവത്തിന്റെ സ്വന്തമായ വിളി ദൈവം നിനക്ക് തരിക. നീ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു തുടങ്ങുമ്പോൾ ആരുടെ സ്വന്തമായി? ആരുടെ സ്വന്തമായി? ദൈവത്തിന്റെ സ്വന്തമാണ്. നമ്മൾ ചിന്തിക്കുക, ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എവിടെ നിന്നെങ്കിലും ദൈവത്തിന്റെ സ്വന്തമാകാൻ വേണ്ടി ഒന്ന് പുറപ്പെടേണ്ടതുണ്ടോ? ഒരു യാത്ര ആരംഭിക്കേണ്ടതുണ്ടോ? ഇപ്പോൾ ഈ സമയം ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണോ? ഞാൻ, എന്റെ കുടുംബം, എന്റെ മക്കൾ ദൈവത്തിന്റെ സ്വന്തമാണോ? അല്ലെങ്കിൽ ഒന്ന് പുറപ്പെടാൻ ദൈവം നമ്മൾ ആവശ്യപ്പെടുകയും ഈ പുറപ്പെടലാണ് ദൈവത്തിന്റെ സ്വന്തമാണ്. തിരിച്ചു വരവിലാണ് ദൈവത്തിന്റെ സ്വന്തമാണ്. ഈ ദൈവം നമ്മുടെ സ്വന്തമാകുന്ന ചില മേഖലകളും ചില വ്യക്തികളെ ഞാൻ കാണാറുണ്ട്. ഒരുപാട് വ്യക്തികളെ ഞാൻ കാണുന്നു. ചില വ്യക്തികൾ യാത്ര പുറപ്പെടുന്ന നിമിഷം
ദൈവം അവരെ സ്വന്തമാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത വചനം വായിച്ച് എന്താ സംഭവിച്ചത്? മുമ്പിൽ എന്ത് സംഭവിച്ചു? അടുത്ത വചനം വായിച്ചു. കടൽ അത് കണ്ട് ഇവർ ദൈവത്തിന്റെ സ്വന്തമായി ഇറങ്ങിയ ജനം ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവർ എന്തെങ്കിലും ചെയ്യണോ? അവരെന്തെങ്കിലും ചെയ്യണോ? കരഞ്ഞുകൂടി ചെയ്തു. കരഞ്ഞുകൂടി അവരല്ല, ഭയപ്പെട്ട് നിലവിളിച്ചു. ഒരുപാട് ചോദ്യങ്ങളുടെ മുമ്പിൽ അവർ നിൽക്കുകയാണ്. ഇനി ഇവർക്ക് കടന്നു പോകുന്നത് ഏത് വഴിയില്ല? ഈ ചെങ്കടലിൽ കുറിച്ച് കടന്നു ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് മാനുഷികമായ രീതിയിൽ ഈ ചെങ്കടലിലേക്ക് എടുത്ത് ചാടാൻ ചെയ്തത്, അല്ലെങ്കിൽ പുറകോട്ട് പോയി അവർ രണ്ടും ഗുരുതരമാണോ? ആണോ? ഇതുപോലൊരു ജീവിതം ചിലപ്പോൾ ദൈവം. പക്ഷേ മുകളിൽ ആ ചെങ്കടലിന്റെ നടുവിലും ആ മുകളിലൊരു മേഘസ്തംഭം ഉണ്ടായിരുന്നോ? ആ മുകളിലെ മേഘസ്തംഭം മുകളിലിങ്ങനെ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഈ മേഘസ്തംഭത്തിന്റെ ശക്തിയാണ് മോശയുടെ കടലിനെ വടി ചെങ്കടലിനെ രണ്ടാക്കി മാറ്റിയത്. ഈ ജീവിതയാത്രയിൽ കൂടെ നിൽക്കുന്ന ദൈവത്തിന്റെ ശക്തിയിലേക്ക് നോക്കാനാണ് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത്. എന്നെ നിങ്ങൾ ക്ഷണിക്കുന്നതാണ്. എനിക്ക് നിങ്ങൾക്ക് ചെങ്കടലില്ലാത്തൊരു ജീവിതമില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. മരുഭൂമിയില്ലാത്തൊരു ജീവിതമില്ലെന്ന് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടില്ല. പക്ഷേ മുകളിൽ നിൽക്കുന്ന മേഘസ്തംഭത്തിലേക്ക്, അഗ്നിസ്തംഭത്തിലേക്ക് ചന്ദ്ര തിരുമൂർത്തിയായി വന്ന കർത്താവിലേക്ക് നോക്കാൻ എനിക്ക് നിങ്ങൾക്ക് പറ്റിയാൽ നിശ്ചയമായും ഈ മരുഭൂമിയുടെ ഞാൻ നടക്കും. ഈ ചെങ്കടൽ മുറിച്ച് ഞാൻ കടന്നിരിക്കും. ദൈവത്തിന്റെ സ്വന്തം ജനമായ ആളോ നീ നിൽക്കുന്നത് നോക്കാം. നിന്റെ മുമ്പിൽ ഒരു ചെങ്കടലുണ്ടെങ്കിൽ, നിന്റെ മുമ്പിൽ മരുഭൂമി ഉണ്ടെങ്കിൽ പകരാനല്ല സ്വർഗം നമ്മോട് പറയുക, മറിച്ച് ഇന്ന് നീ ആളുടെ സ്വന്തം. ഇത് നിന്റെ മുമ്പിൽ ആര് നിൽക്കുന്നു, നിനക്കുടയവൻ ആരെന്ന് ഒന്ന് പരിശോധിച്ചിട്ട് ഒരു സെക്കൻഡ് നിന്ന് തുടങ്ങിയിട്ട് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയപ്പെട്ടവരെ ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ച് എനിക്ക് നിങ്ങൾക്കൊക്കെ ചില പ്രതിസന്ധികളുണ്ട്. കർത്താവേ, ഇതൊന്നും മാറിപ്പോകില്ലേ എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ കടക്കേണ്ട ചെങ്കടലായിരിക്കും. ഈ സ്റ്റെപ്പ് ഞാൻ എടുത്തു വെച്ചേ പറ്റൂ. ചിലപ്പോൾ ഈ മരുഭൂമിയിലൂടെ ഞാൻ ഒരുപാട് നടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനിയും നടക്കാൻ ഏറെ ദൂരം എന്റെ മുമ്പിലുണ്ട്. ഈശോയെ, എനിക്കുള്ളിൽ, എനിക്ക് മുകളിൽ, എന്റെ മുമ്പിൽ, എന്റെ പുറകിൽ, എന്റെ വലതുവശത്ത്, ഇടതുവശത്ത് നീ ഉണ്ടെന്നൊരു തിരിച്ചറിവ്, ഞാൻ നിന്റെ സ്വന്തമാണെന്നൊരു കൃപയുടെ അനുഭവം ഈശോയെ നടക്കാനുള്ള കൃപയാക്കി മാറ്റണേ. ചെങ്കടൽ മുറിയപ്പെടുന്ന ദിവസമായി എന്റെ മുമ്പിൽ അവതരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകളടച്ചൊന്ന് സ്തുതിച്ച എല്ലാ മക്കളും ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കടൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ആദ്യമായതുപോലെ യേശുവിന്റെ സ്വന്തമായി മാറാൻ ആഗ്രഹിച്ച് ഈ ദേവാലയത്തിന് നിനക്ക് വേണ്ടി നിന്റെ മുമ്പിലെ കടലുകളെ മാറ്റാൻ, നിന്റെ മുമ്പിലെ ജോർദാൻ നദിയെ മാറ്റാൻ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മരുഭൂമികളെ പച്ചപ്പുറത്താക്കി മാറ്റാൻ ഒരു സ്വർഗ്ഗം നമ്മളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ ശക്തികൾ ഏറെ ആഗ്രഹിച്ച് ശ്രമിച്ചു പ്രാർത്ഥിക്കണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന, 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 ആരാധന. കർത്താവേ, മഹത്വം, 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 മഹത്വം. യേശുനാമത്തിന്റെ ശക്തി ആദരിക്കട്ടെ. വിശ്വാസത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന രാത്രിയാണ് കർത്താവേ. ഈ മക്കളുടെ ജീവിതത്തിന്റെ മുമ്പിലുള്ള ചെങ്കടലുകൾ അത് മുറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന നിയോഗങ്ങളെ ദൈവശക്തി ആദരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതി, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, മഹത്വം, മഹത്വം. ആഗ്രഹിച്ച് പരിശുദ്ധമയെ പോലെ ഉണ്ണിയെ ചക്കോട് ചേർത്ത് പിടിച്ച് നിന്റെ ചെങ്കടലിലേക്ക് നോക്കി സ്വരമുയർന്ന് പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ക്രിസ്തുവോ
മനുഷ്യൻ ധ്യാനം ചെയ്തത് കാണാൻ വലിയ ആദ്യത്വവും പ്രൗഢിയുമൊക്കെയുള്ള വലിയൊരു മനുഷ്യനാണ് അദ്ദേഹത്തോട് പറഞ്ഞ സിസ്റ്ററെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയ ധ്യാനം പോകുന്ന ആളുണ്ട്, പക്ഷെ ഇപ്പോൾ എനിക്ക് വലിയൊരു പ്രതിസന്ധിയുണ്ട്. ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നില്ലെങ്കിൽ ഇനി ഈ കർത്താവിന്റെ പാതയോട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് എവിടെയാണെന്ന് എനിക്കറിയാം. ഈ മനുഷ്യൻ എൻ്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ വലിയ പ്രൊജക്റ്റുകൾ എടുത്ത് ജോലി ചെയ്യുന്ന മനുഷ്യനാണ്, വലിയ കോടീശ്വരയുടെ മനുഷ്യനാണ്. പക്ഷേ ഇപ്പൊ തന്നു നൽകി ഏകദേശം അന്ന് അദ്ദേഹത്തിന് 8 കോടിയോളം എടുത്ത പ്രൊജക്റ്റുകളൊന്നും സാക്ഷനാകാൻ പറ്റുന്ന സമയം സ്വന്തമായി വീട് പോലുമില്ല, ആരുടെ മുന്നിൽ തലമുടിക്കാൻ പറ്റില്ല. കാരണം അതുപോലെ പേരും പെരുമയുമായി ജീവിച്ചൊരു മനുഷ്യനാണ്. ഇതുകൊണ്ട് പറയുകയാണ്, ദൈവത്തിന്റെ വഴി ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ ജീവിതം മറ്റെവിടേക്കും തിരിച്ചു കൊടുത്തു. അന്ന് ഈ മനുഷ്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചവരുടെ വിശുദ്ധന്റെ വീട്ടിൽ വരും. ഞാൻ പറഞ്ഞ രാത്രി വരാൻ പറ്റും, എന്നാലും വീട്ടിലൊന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യന്റെ കൂടെ വീട്ടിൽ ചെല്ലുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ ഇതേപോലെ പറഞ്ഞു, ഞാൻ ഈ കർത്താവിനെ ആരാധിച്ചതാണ്, എനിക്കൊരു പ്രാർത്ഥന മുറിവെക്കും, സിസ്റ്റർ അവിടെ വരണം, ഞാൻ മാതാവിന്റെ ഭയങ്കര ഭക്തനാണ്, എന്നെ മുറിയിലേക്ക്. ഇവിടെ ഇരുന്ന് കുറേ നേരം ഞങ്ങളിൽ ഒരുമിച്ച് ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ ഇവിടെ പറയുകയാണ്, ഒരു 10 മിനിറ്റ് തന്നെ ഒരാൾ വിളിച്ചിട്ട് പുറത്തോട്ട് പോകും. പുറത്തോട്ട് പോയി 10 മിനിറ്റ് 1 മണിക്കൂർ അദ്ദേഹം വരുന്നില്ല. അദ്ദേഹത്തോട് സിസ്റ്ററിന്റെ നാട്ടിലെല്ലാം അപ്പൊ ഞാൻ ഒരു കട്ടിലൊക്കെ റെഡിയാക്കി കിടക്കുവാണ്. കിടന്നു. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് മനുഷ്യൻ എനിക്ക് പോകാനൊരു സ്ഥലമറിയത്തില്ല, അതെനിക്ക് ഒത്തിരി ആളുകൾ പരിചയമില്ല, ഈ ചേച്ചിക്ക് ഒരു വിവരമില്ല, കാരണം ഈ ചേട്ടനാണ് എല്ലാ സഹായം ചെയ്തത്, ഒന്നും ഈ ചേച്ചിക്ക് അറിയില്ല. ഈ മനുഷ്യൻ 10 മണിക്ക് കയറി വരുന്നത് വലിയൊരു പൊക്കിയൊക്കെ ആയിട്ടാണ്. ആ വീട്ടിൽ കയറി നമ്മൾ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തോട് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ 4 കോടിയുടെ ഒരു പ്രൊജക്ട് പറഞ്ഞാൽ നിങ്ങൾ അറിയാൻ വലിയൊരു പ്രൊജക്ട് സാക്ഷിയായിരിക്കാം. അദ്ദേഹം അതിന്റെ വലിയ സന്തോഷത്തിൽ സമ്മാനപ്പെട്ട് വരികയാണ്. അദ്ദേഹത്തിന്റെ ഇളയ കൊച്ചിന്റെ കാലിന്റെയൊക്കെ പോലെ പൊഴിഞ്ഞു കൊടുക്കുന്നു. ആ രാത്രി നേരം കൊടുത്തപ്പോൾ ഈ കൊച്ചിന്റെ കാലിന്റെ ഇളം നല്ല സൂപ്പറായിട്ട് ഹീൽ ചെയ്തിട്ടുണ്ട്. ഒരു ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ഈ ചേച്ചി മൂന്ന് എന്നെ കടലിൽ കിടന്നു കൊണ്ടുമ്പോൾ കാലിൽ പഴമുള്ള കാലാണ് വെച്ചത്. ദൈവം വലിയൊരു അത്ഭുതം പ്രകടിപ്പിച്ചു. ഇന്ന് അവർ ഒത്തിരി ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന, ചാരിറ്റികൾ ചെയ്യുന്ന വലിയൊരു കൃപ നൽകിയ മനുഷ്യനാണ്. അന്ന് അദ്ദേഹം എനിക്ക് ബൈബിൾ തുറന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയ വചനമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. 114 സംഘത്തിൽ ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അടുത്ത വചനം വായിച്ച് 4-ാമത്തെ വചനം വായിച്ച് പർവ്വതങ്ങൾ വചനം വായിക്കും. സമുദ്രമേ എന്ത് പറ്റി ചോദിക്കുക. സമുദ്രമേ ഓടി അകലാൻ നിനക്ക് എന്ത് പറ്റി? കാരണം ആരാണ് തന്നെ പ്രസ്താവ് വന്ന് നിന്നപ്പോ ആർത്തലിച്ച് ആർത്തലിച്ച് ഇറങ്ങുന്ന സമുദ്രത്തെയുള്ളൂ അത് ഓടി പോകണം. എന്റെ ഇതിന്റെയൊക്കെ മുമ്പിലുള്ള ഒരുപാട് ആർത്തലിച്ച് വരുന്ന പല സമുദ്രങ്ങളുണ്ട്, പല പ്രതിസന്ധികളുണ്ട്, ഉത്തരം കിട്ടാൻ ഒരുപാട് ചോദ്യങ്ങൾ കടലിന്റെ രാത്രികളുണ്ട്. പക്ഷേ മുമ്പിൽ ദൈവം വന്നു നിൽക്കുമ്പോൾ സമുദ്രം ഓടി അകലാകണവും ഇടക്കം കെട്ടാത്ത പർവ്വതങ്ങൾ തുള്ളിച്ചാടാകണവും. വായിച്ച് പർവ്വതങ്ങളെ നിങ്ങൾ വിസ്മയപ്പെടുത്തുകയാണ്. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, ദൈവം നിന്റെ കൂടെ ഇറങ്ങി നിൽക്കുമ്പോൾ, നിന്റെ ചുറ്റും നിൽക്കുമ്പോൾ, നീയും നിന്റെ മക്കളും ദൈവത്തിന്റെ സ്വന്തമാകുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്കോ കാൽക്കുലേഷനോ ചിന്തിക്കാനോ തുന്നിച്ചേർക്കാനോ വെട്ടിച്ചേർക്കാനോ പറ്റാത്ത അടയാളങ്ങൾ ചെയ്തൊരു ദൈവം ഇന്നും ജീവിക്കുക. നമ്മൾ മനസ്സിലാക്കുന്നേ. അച്ഛനോട് പറഞ്ഞില്ലേ, 60% ആളുകൾ യേശുവിനെ വിശ്വസിക്കാത്തവരായി പറഞ്ഞിരിക്കുകയാണ്.
നമുക്കറിയാം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര സങ്കടമായി, ഒരുപാട് വിഷമമായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഹസ്ബൻഡിനോട് പറഞ്ഞു, മക്കളോട് പറയുന്നു, അവർക്ക് വിഷമമായി. വീണ്ടും ദിവസങ്ങൾ പിന്നിടുന്നു. നാട്ടിലോട് ഓടിപ്പോയി നാട്ടിൽ വരെ പുറത്തേക്ക് കളഞ്ഞ പോകുന്നതിനൊക്കെ രണ്ടാഴ്ച മുമ്പ് വായിക്കുന്നത് പിടിക്കുന്നു തുടങ്ങി. സംഭവം വേറെയാണെന്ന്. കാരണം GP നേഴ്സ് പ്രാക്ടീഷനാണ് ചേച്ചി. അപ്പൊ ചേച്ചിക്ക് മനസ്സിലായത് കയ്യിൽ നിൽക്കുന്ന കാര്യമാണ്. അപ്പൊ ചേച്ചി ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് വാത്സല്യമാകാൻ എടുക്കുന്നു പോകണം. ചേച്ചി പറയാം, ചേട്ടൻ പറഞ്ഞ തിരക്കാണ്, അത് കുഴപ്പമില്ല, എന്താണെങ്കിലും പോകണം. അവിടെ ചെന്നു. അവരവിടെ ചെന്ന് കഴിഞ്ഞു. മക്കളൊക്കെ പള്ളിയിൽ മറ്റേ മാതാപിതാക്കളൊക്കെ പോയി വെച്ച് പറഞ്ഞു, ഞാൻ ഇപ്പം വരുന്നില്ല, എനിക്ക് ഈ ദേവാലയത്തിൽ വിശുദ്ധമാണ് ഇവിടെ ഒന്നിരിക്കണം, നിങ്ങൾ നോക്കൂ, ഞാൻ ഇവിടെ ഇരുന്ന് കുറേ സമയം പ്രാർത്ഥിച്ചിട്ട് പറയാം. ചേച്ചി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അവരവിടെയെല്ലാം കണ്ടു, ഭർത്താവ് മക്കളൊക്കെ അവിടെല്ലാം കണ്ടു. തിരിച്ച് വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ചേച്ചിയോട് പറഞ്ഞ് ചേച്ചിയുടെ സാക്ഷി എന്താണെന്ന് പറയാറുണ്ട്. ഈ മാനസികത്വം അവിടെ ഇല്ല, ഈ റീസണിൽ സംഭവിച്ച കാര്യം ആരും ഇതിന് തലയിൽ കഴിച്ചില്ല. പക്ഷെ ജീവിക്കുന്ന ഒരു ഈശോ അവിടെ ഇരിക്കുക. അവരിങ്ങനെ കണ്ണു തുറന്ന് നിന്നിലേക്ക്, എന്നിലേക്ക്, എന്റെ ജീവിതത്തിന്റെ വഴികളിലേക്ക് നോക്കുക. മോളെ, നിന്റെ കണ്ണീരിന്റെ ആഴമാണ് മോനെ, നിന്റെ സങ്കടത്തിന്റെ ആഴമാണ് ഞാനിവിടെ ഇരിപ്പുണ്ട്. എന്റെ സാന്നിധ്യം അത് ജീവിക്കുന്നത്. ഒന്നിങ്ങനെ ചമ്പോട് ചേർത്ത് പിടിച്ച് സ്വീകരിച്ചു തുടങ്ങുമ്പോൾ മക്കളെ, കണ്ണുകൂട്ടലുകൾക്ക് അപ്പുറത്ത് സമുദ്രവും മലകളും ഓടി അകലുന്നത് പോലെ എന്തൊക്കെ ഓടി അകലണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ ഓടി അകന്ന് ഒരു വഴി തുറക്കുന്ന ദൈവം നിന്റെ മുമ്പിൽ അകന്നിരിക്കും. അതാണ് നമ്മുടെ വിശ്വാസം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്കും അത് പറഞ്ഞു കൊടുക്കണം. പറയാൻ പ്രിയപ്പെട്ടവരെ, കർത്താവ് രാത്രി അനേകം അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പകലും നിര്യാണം പോലും പ്രാർത്ഥിച്ച ഈശോയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. ദൈവം ഇന്നും ജീവിക്കാം, ഇന്നും ജീവിക്കാമെന്ന് പറയാൻ ഓരാവുന്ന അത്ഭുതങ്ങളുണ്ട്. എന്റെ പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് എനിക്ക് 2 മൊബൈൽ നമ്പറും അതുപോലെ മൊബൈൽ നമ്പറിൽ പ്രയത്നിച്ചോട് മാത്രം നമ്മൾ നമ്പറാണ്. ഇതിനടുത്തൊക്കെ 1195 മെസ്സേജുകൾ എനിക്ക് ഉടനെ ഒരു 3-4 ആഴ്ചയായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് വായിച്ചത്. അവിടെ എനിക്ക് 100 മെസ്സേജ് രാവിലെ ഞാൻ വായിച്ചു. 100 മെസ്സേജിൽ 24 മെസ്സേജുകളും ദൈവം ചെയ്ത അത്ഭുതങ്ങളുടെ മെസ്സേജാണ്. അതൊരു മെസ്സേജ് കഴിഞ്ഞാൽ 10 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത അനുമാണ് സിജോ എന്ന് പറയുന്ന കമ്പനിക്ക് ദൈവം കുഞ്ഞിനെ കൊണ്ട് താങ്ക്സ് മെസ്സേജ് അതിലേക്ക് അയച്ചിരിക്കുകയാണ്. നിങ്ങളുടെ നമ്മുടെ ദൈവം ഇറങ്ങി നടന്ന് പ്രവർത്തിക്കും. നീ വിശ്വസിക്കുന്നതോറും നിന്റെ ദൈവം നിന്റെ മുമ്പിലേക്ക്. ഈ രാവിലെ നിശബ്ദതയിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ആയിഷത്തെ വിളിക്കുക, നിനക്കെന്താ വേണ്ടതെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. അതുകൊണ്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 2 നിലകൾ സ്വർഗ്ഗത്തിലേക്ക് വരുന്നു. നിന്റെ ജീവിതത്തിന്റെ ഏത് വഴിയിലാണ് ദൈവം അവതരിക്കുന്നത്. ഏത് മേഖല, പഠന മേഖലയാകട്ടെ, പരീക്ഷ മേഖലയാകട്ടെ, കുടുംബ ജീവിതത്തിന്റെ തകർച്ചകളാകട്ടെ, ജോലിയുടെ ബുദ്ധിമുട്ടുകളാകട്ടെ, ആരും കാണാത്ത ചങ്കിന്റെ ചില നൊമ്പരങ്ങളുടെ മേഖല ആശ്വാസമാകട്ടെ, ദൈവത്തോട് ചോദിച്ച് ഒന്ന് ദൈവത്തെ ചോദിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സർവശക്തനായ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 സ്തുതി, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, ഈ വഴിയിൽ എന്റെ മുമ്പിൽ അവതരിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ കൃപ ചൊരിയപ്പെടുവാൻ, വലിയ കൃപയിൽ ആക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാം. ഈശോയെ, ഇതൊന്നും എന്റെ കഴിവല്ല കർത്താവേ, നിന്റെ വലിയ ശക്തി പ്രകടമാണ്. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കുറവുകളൊക്കെ ദൈവത്തിലേക്ക് സമർപ്പിച്ച്, നിസ്സഹായത ദൈവത്തിലേക്ക് സമർപ്പിച്ച് ഈശോയെ വിളിച്ചു വിളിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി. പരിശുദ്ധമയോട് ചേർത്ത് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് ഈശോയെ ചടങ്ങോട് ചേർത്ത് പിടിച്ച് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. പരിശുദ്ധ
മരുഭൂമി നമ്മുടെ മുമ്പിൽ വരും. പക്ഷെ നമ്മുടെ കൂടെ ആരുണ്ടാകുന്ന അപ്പസ്തോലൻ പ്രവർത്തനം 28-ാം അധ്യായം കർത്താവിനെ പോലെ പ്രഘോഷിച്ച് കർത്താവിന് വേണ്ടി ചമ്മട്ടിയിടുകളൊക്കെ ഏറ്റാൻ നമ്മുടെ പൗലോസ് കപ്പലിന് കടലിലെ വലിയ കപ്പലിന് കൊടുങ്കാറ്റുകളെല്ലാം അതിജീവിച്ച് രക്ഷപ്പെട്ടു മാൾട്ടായിലെത്തിക്കാം. 28-ാം അധ്യായം വായിച്ച ഉറക്കെടുത്ത് വേഗം വായിക്കാൻ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ മാൾട്ട എന്ന ദ്വീപാണ് അതെന്ന് മനസ്സിലാക്കി. അപരിചിതരൊരു സ്ഥലവാസികൾ ഞങ്ങളോട് അസാധാരണമായ ആരോഗ്യം കാണിച്ചു. അപരിചിതരുടെ ദേശത്തോട് പൗലോസും കൂട്ടരും കടലിലെ കൊടുങ്കാറ്റ് രക്ഷപ്പെട്ട് അവിടെ എത്തിയിരിക്കാം. അവിടെ അപരിചിതരുടെ മുമ്പിൽ ഇവർക്ക് സാന്നിധ്യവും ആരോഗ്യം വെച്ചിട്ടുണ്ട്, ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ജനമെല്ലാം ദൈവത്തെ സൂചിച്ചിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ പൗലോസ് അവിടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, വായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ കർത്താവിന് ദൈവത്തെ സൂചിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത വചനം വായിച്ചേ. അടുത്ത വചനം മഴക്കാലം വന്നു ചേർന്നതോടും ഈ കുട്ടി സ്വാഗതം ചെയ്യുന്ന വചനം എവിടുന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുന്നത്? കടലിൽ. ദൈവത്തിന്റെ വലിയ കാരുണ്യത്തെ വാഴ്ത്തി കടലിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നു. തലവാസികൾ സന്തോഷത്തോടെ സ്വീകരിച്ച് വലിയ സന്തോഷം എടുക്കാൻ നിൽക്കുന്ന പൗലോസ് പുത്രനാണോ? അപ്പൊ ഇതാ വീണ്ടും ആര് കടന്നു വന്നിരിക്കുന്നു? അവൻ അണലിൽ പറഞ്ഞു. അപ്പോൾ എന്തെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വഴിയിൽ ഒരു സ്റ്റെപ്പിൽ കടന്നെങ്കിൽ എന്താ ഉണ്ടാകും? അതുണ്ടാകും, കടലുണ്ടാകും, പാമ്പുണ്ടാകും, മരുഭൂമികളുണ്ടാകും, വലിയ സങ്കടങ്ങൾ. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ പാമ്പ് കടിച്ച് ആര് മരിക്കേണ്ടതാണ്? രണ്ട് വചനം വായിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അവന്റെ കയ്യിൽ ചുറ്റി പുറത്ത് ചാടിയിലേക്ക് തീരുമാനിക്കണമെങ്കിൽ അല്ല, പൗലോസിന്റെ കയ്യിൽ ചുറ്റി പാമ്പ് അവന്റെ കയ്യിൽ കിടക്കുന്നത് കണ്ടു. ഇവിടെയാണ് സാക്ഷ്യം. ഈശോ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് സാക്ഷ്യം നൽകുന്നത്? എന്റെ ചുറ്റുമുള്ളവരെല്ലാം എന്നെ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ അവൻ നീരും. ഹല്ലേലൂയ പറഞ്ഞു പോയതല്ലേ? പറയാൻ ഒത്തിരി പേരുമാണ്. ഇപ്പൊ തീരും. ഇത്രയും പ്രാർത്ഥനയും കുർബാനയും ഇപ്പൊ അവൾ തീരും. നോക്കി നിൽക്കും ഒത്തിരി വചനം വായിച്ചവിടെ അവരുടെ കയ്യിൽ നാട്ടുകാർ പരസ്പരം ബന്ധു പറഞ്ഞു. പാമ്പിനെ എടുത്തുകളയാൻ ശ്രമിച്ചതാണ് അവിടെ കണ്ടതാണ്. ഒരു കുഴിയിലോട്ട് ചാടുമ്പോൾ ഒത്തിരി പേര് കമന്റ് ചെയ്യണം. ഒരുപാട് പേര് കമന്റ് ചെയ്യും. അത് തന്നെ നാട്ടുകാരെ വായിച്ചു. ഈ മനുഷ്യൻ കൊലപാതകയാകുന്നതിന് അത്രയേറെ വലിയ വിശുദ്ധനായിട്ട് ആളായ മതി കൊലപാതകയാണ് വായിച്ചു. സംശയമില്ല. എന്താണ് കൊലപാതകി പാതി എല്ലാവരും സർവ്വരേഖ ഒപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഒരു കുറവ് നമ്മുടെ ജീവിതത്തിൽ കണ്ടാൽ നമ്മുടെ മറ്റുള്ള എല്ലാ ലേഖനങ്ങളും നമുക്ക് എഴുതിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം പറയും അത് നമ്മുടെ കുഴപ്പമുണ്ടാണ്. നമ്മുടെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഒരുപാട് ലേഖനങ്ങൾ നമ്മുടെ ഒപ്പിച്ചു. കൊലപാതകയും പാപിയും എല്ലാമായി പൗലോസ് അറിയിക്കുകയാണ്. വചനം വായിച്ചതാണ്. അവൻ പാമ്പിനെ തീയിലേക്ക് കുടഞ്ഞിട്ടു. അവന് അപകടമൊന്നും സംഭവിച്ചില്ല. തീയിൽ നമ്മൾ വീഴുകയോ പെട്ടെന്ന് വീട് മരിക്കുകയോ ചെയ്യുമെന്ന് ചിലപ്പോൾ നമ്മൾ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഒട്ടിക്കൊണ്ടിരിക്കുക. വചനം കേട്ടോണ്ടിരിക്കുകയാണ്. വചനം പറഞ്ഞിരിക്കുന്ന കൊച്ചായിരിക്കും. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് കൊച്ചു പറഞ്ഞു അമ്മ എനിക്ക് നിന്നു വേണ്ട. അപ്പൊ നമ്മൾ എല്ലാ നിലയ്ക്കും കൊച്ചിനെ കൊണ്ടുവന്ന് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് കൊച്ചു ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ കൊച്ചു പറഞ്ഞു ഈ നൈറ്റ്
കൊച്ചു കൊച്ചു വഴിക്ക് ഇപ്പൊ മറ്റുള്ളവർ പറയും ഇത്രയും വല്ല വേണം നോർമലായിട്ട് ജീവിച്ചാൽ പോയാലും ഈ പ്രാർത്ഥന കൂടിയതുകൊണ്ട് അത് തന്നെ ഇത് പറഞ്ഞു പക്ഷേ പൗലോസ് നീതി വന്ന് നിൽക്കോ നോക്കിയിരിക്കും അവരെ ഇപ്പൊ അവരെല്ലാവരും അവരുടെ വിശ്വാസം ആദ്യം അപ്പം ഉപേക്ഷിക്കും വിശ്വാസം പിന്നെ അമ്മ ഉപേക്ഷിക്കും എല്ലാം ചെറിയ പോകും നോക്കി നിൽക്കും ആളുകൾ നമ്മളെ കാണാൻ നമ്മുടെ പതനം കാണാൻ നോക്കി നിൽക്കുകയാണ് ഇത് തീരുന്നതെന്ന് നോക്കി നിൽക്കുക നമ്മൾ തീർന്നു കണ്ടാൽ മതി പക്ഷെ ഈശോ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീര് വന്ന് നിൽക്കില്ല വൈകിച്ച് അവൻ നീര് വന്ന് വീർക്കുകയോ പെട്ടെന്ന് വീട് വലിക്കുകയോ എന്ന് അവർ വിചാരിച്ചു ഏറെ സംഭവിച്ചു ഇവിടെ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ സ്വഭാവം എന്താണ് സംഭവിച്ചത് കണ്ണു കണ്ടപ്പോൾ എന്ത് ചെയ്യും ഇപ്പൊ ചത്തു ഇപ്പൊ തീരും എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയെ ഇപ്പൊ എന്തായി മാറ്റി ഇത് തന്നെയാണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം. അപ്പൊ പൗലോസിനെ ആര് ജീവിക്കുന്നുണ്ട്? ഈശോ ജീവിക്കുന്നു. പൗലോസിൽ ഈശോ ജീവിക്കുന്നത് കൊണ്ട് ഈ ചുറ്റും വരുന്ന ശബ്ദങ്ങൾ അപശബ്ദങ്ങൾ വിമർശനങ്ങൾ അവനെ തളർത്തിയോ ഇല്ല. അവൻ ആരും ഉറച്ചു നിന്നു? ദൈവത്തിൽ ഉറച്ചു. നിന്റെ മുമ്പിൽ ചെങ്കടൽ പുറത്തപ്പെടണമെങ്കിൽ നിന്റെ മുമ്പിൽ മരുഭൂമിയിൽ മഞ്ഞ കുഴയ്ക്കപ്പെടുന്ന നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിന്റെ കൈകളിൽ ദേഹം മുഴുവനും പാമ്പ് ചുറ്റിപ്പടഞ്ഞാലും ജീവിച്ച് നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുണ്ടാകണം? ഈശോ. പൗലോസിന്റെ കാര്യങ്ങൾ തന്നോട് പറഞ്ഞു. 2 കൊരിന്ത്യർ 12 അധ്യായപ്പെടുന്നതിന്റെ വിശുദ്ധ പൗലോസിനെ കൊരിന്ത്യർ സഭയുടെ ലേഖനത്തില് പെട്ടെന്ന് നിൽക്കുക. 12 അധ്യായം എന്താണ് 9 വചനങ്ങൾ വായിച്ചെടുത്ത് അല്ല 7 വചനങ്ങൾ വായിച്ചു പറട്ടെ. വെളിപാടുകളെ അറിയുക, ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കുന്നത് ശരീരത്തിൽ ഒരു മുള്ള എനിക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ചില ബലഹീനതകൾ, ചില സങ്കടങ്ങൾ നമുക്കെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ഭാരപ്പെടുന്നവരായിരിക്കും. ഓരോ ദിവസം പറയുന്നത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അതായത് എന്നെ ശല്യപ്പെടുത്തുന്നവരും അധികാരം ആഗ്രഹിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പിശാചിന്റെ മുമ്പിൽ അതെന്നെ വിട്ടകല 3 പ്രാവശ്യം എന്നോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി എന്നാൽ എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിന്റെ ശക്തി എന്നെ ആവസിക്കുന്നത് ഞാൻ പൂർവാധികം ശക്തിയോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. ക്രിസ്തുവിന്റെ ശക്തി പൂർവാധികം ശക്തിയോടെ എന്നിൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. ഈ കടലിൽ കൂടെ നടക്കുമ്പോൾ, ഈ കൊടുങ്കാറ്റിന്റെ വലിയ ബുദ്ധിമുട്ടുകൾ കടന്നു പോകുമ്പോൾ, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ഇതെല്ലാം കർത്താവ് ജീവിക്കുന്ന വ്യക്തികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോ നേരിട്ടുള്ള വ്യക്തിയാണ്. ആരോ ആണോ? അതെ, കല്ലുപൊട്ടുന്നു കല്ല് താഴെ. ദൈവത്തെ കണ്ടു, ദൈവത്തിന്റെ അത്ഭുതം ഒരുപാട് കണ്ടു. എല്ലാം കണ്ടിട്ടും ജീവിതത്തിൽ എന്ത് കിട്ടിയിരിക്കുകയാണ്? സഹനങ്ങളും സങ്കടങ്ങളും. കർത്താവ് എന്ന് പറയുന്നത് നിനക്ക് എന്ത് മതി? എന്റെ കൃപ മതി. അപ്പൊ ഈ പൗലോസ് ഈ കടലിൽ കിടന്ന് ഈ കൊടുങ്കാറ്റ് കപ്പലിനെ ചുഴറ്റി എറിയുമ്പോ പൗലോസിലേക്ക് പറയുന്നത് എന്താണ്? നീ ഒന്ന് കയ്യിൽ നിൽക്കാൻ മതിയെന്ന് സമർപ്പിക്കല്ലേ? അവിടെ അങ്ങനെ സംഭവിച്ചോ? ഇല്ല. അതിനെ അതിജീവിക്കാനുള്ള കൃപ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ വഴികളിൽ ദൈവം ഇത് നടന്നേ പറ്റൂ, നീ കടന്നു പോയേ പറ്റൂ, നീ ഇത് അപ്പുറം കടക്കണം. ദൈവം പറയാം, കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ് ചില വഴികളുടെ മുന്നിൽ.
നീ ഇത് കടക്കണം. ചിലപ്പോൾ ഒന്ന് കർത്താവേ, ഇതിൽ ഈ ഭൂമി ജനിക്കുന്ന നമ്മളെയൊക്കെ ചിന്തിച്ചു പോലെയൊക്കെ കുറിച്ച് ഇവരെന്തിനാ ജീവിച്ചിരിക്കുന്ന നമ്മളെയൊക്കെ തോന്നുന്നു. അതെനിക്ക് തോന്നുന്നൊക്കെ അങ്ങനെയാണ്. കർത്താവ് എന്ന് പറയാണ്, ഇവരെ തീർക്കാനല്ല ഞാൻ ആരെങ്കിലും മറിച്ച് ഇവരിലൂടെ നീ അപ്പുറം ഇതിലൂടെ നീ അപ്പുറത്ത് പോകണം. അപ്പൊ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? പ്രാർത്ഥിക്കാൻ പാടില്ല. ഇല്ല. ഇവിടെ വരെ എന്റെ ബലഹീനതയിൽ ഒരു ശക്തി പ്രകടമാകാതെ കർത്താവിന്റെ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഈ ചെങ്കടലിൽ കടന്നു പോകാൻ ഒരു തീരുമാനം എടുക്കാം. ഞാൻ കടന്നു വിട്ടോളൂ, പക്ഷെ ഈ ചങ്കിലാണിരിക്കണം. ഈ ചങ്കിൽ ഈശോ ഇരുന്നാൽ ഇതൊക്കെ ഞാൻ നിങ്ങൾ ഈസിയായിട്ട് കടന്നു പോകും. ഒരിക്കൽ കൂടി ഒന്ന് കടന്നു അടച്ച് ചില പേരുകളുടെ അപ്പുറം കടക്കാൻ പറ്റാത്ത ചിലപ്പോൾ ദിവസത്തിന് മുമ്പ് നമ്മുടെ മുമ്പിലുണ്ട്. ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരുപാട് കൊടുത്തിട്ടും നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നത് വലിയ ഭാരം നൽകാതെ ഈശോയെ ഇതെന്റെ മുമ്പിൽ വലിയൊരു പ്രതിസന്ധിയാണ്. പക്ഷെ ഞാൻ നിൽക്കുക, ഇത് നീ എന്നെ കാണിക്കുന്നു. ആ ചെങ്കടലിന്റെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ, അനങ്ങാൻ പറ്റാതെ നിൽക്കുമ്പോൾ, നിന്റെ ശക്തി മുഴുവൻ തീർന്ന് നീ നിൽക്കുമ്പോൾ, ഇന്ന് നീ ഏത് പ്രതിസന്ധിയുടെ മുമ്പിലാണ് മുഴുവൻ ശക്തിയും ചോർന്നു നിൽക്കുമ്പോൾ ഒരു അസാധാരണ ശക്തി കർത്താവിന്റെ ജീവിതത്തിലേക്ക് ചൊരിയും. കാണുന്നത് കാഴ്ച വസ്തുവായി ഈശോ തന്നെ അനുവദിക്കില്ല. മക്കളെ, ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന് മുമ്പിൽ പരിഹാസത്തിന്റെ കാഴ്ച വസ്തുവായി നിന്നെ മാറ്റാൻ ദൈവം അനുവദിക്കില്ലെന്ന് നീ വിശ്വസിക്കണം. നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ മക്കളിലേക്ക് നോക്കി ഈ സ്വർഗത്തെ വിളിക്കണം. ഈശോയെ, ഈ ലോകത്തിന്റെ മുമ്പിൽ പരിഹസിക്കപ്പെടുന്ന കാഴ്ച വസ്തുവാക്കി എന്നെ മാറ്റരുത്. കർത്താവേ, എല്ലാവരും എന്നെ ദൈവം ജീവിക്കുന്ന വ്യക്തിയായി കാണുന്ന വിധത്തിൽ ഒരു വലിയ കൃപയിലേക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വണ്ടികൾ കൂടി ശ്രദ്ധിച്ചേ. ആരോഗ്യ പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബം ദൈവം ജീവിക്കുന്ന കുടുംബമാണ്. പരിഹസിക്കപ്പെടുന്ന കുടുംബമായിട്ട് മാറരുത്. കാഴ്ച വസ്തുവായ കുടുംബമായിട്ട് മാറരുത്. ദൈവത്തിന്റെ ശക്തി പൂർവ്വമായ ശക്തിയോടെ നിങ്ങൾ ആവശ്യിക്കാം. ഈശോയെ, എന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക്, എന്റെ നിശ്ചലാവസ്ഥയിലേക്ക്, കടക്കാൻ പറ്റാത്ത മേഖലയിലേക്ക് ദൈവശക്തി പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മക്കളും നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളെ സമർപ്പിക്കുക. ഈശോയെ ജോലി ബുദ്ധിമുട്ടുകൾ കർത്താവ് കണ്ട് പുതിയൊരു മാതൃകയെ കർത്താവ് വ്യക്തിയെ മാറ്റുന്നതായിട്ട് ഒരു വ്യക്തിക്ക് ഈശോ മറ്റൊരു ജോലി ഒരുക്കിക്കൊണ്ടുമാണ് നടത്തിവിടുകയാണ് കർത്താവ്. വലിയ സാമ്പത്തിക പ്രതിസന്ധി, കഠിന പ്രതിസന്ധിയുള്ള ഒരു വ്യക്തിയുടെ യേശുവിന്റെ ഇടപെടലുണ്ടാകാൻ കർത്താവ് എടുക്കുകയാണ്. സാബു എന്ന് പറയുന്ന അങ്ങനെ ഈശോ പേര് വിളിച്ച് അനുഗ്രഹിക്കുന്നതാണ്. ഒളിച്ചു നടക്കുകയാണ്. പല കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ ഈശോ കൈ പിടിച്ച് നിർത്തി ധൈര്യപ്പെടുത്തുന്ന കർത്താവിനെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വിശ്വസിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഈ ജനത്തിന്റെ മുമ്പിൽ ഒരു പിത്തള കോട്ടയായി നിന്നെ ഉയർത്തും. വിശ്വസിക്കുക. ഈശോയെ, ഈ ജനത്തിന്റെ മുമ്പിൽ ഒരു പിത്തള കോട്ടയായി എന്റെ കുടുംബത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, യേശുവേ, നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, യേശുവേ, നന്ദി, നന്ദി. കണ്ണുകളുടെ ശിരങ്ങൾ ജോലി ചേർത്ത് നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ ദൈവം ജീവിക്കുന്ന കുടുംബമാണ്. കർത്താവേ, ഈ രാജ്യത്ത് ഒരാൾക്കും ഒരു പരിഹാസ പാത്രമായിട്ട് മാറണം. നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഉൾക്കൊള്ളുകൾ സമർപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയും ചിലപ്പോൾ നമ്മുടെ മാനവത്തിൽ തെറ്റിപ്പോയ അവസ്ഥയിലായിരിക്കുന്നത്. ഈശോയെ, ഈ ജനത്തിൽ ഒരു പരിഹാസ വസ്തുവായി എന്നെ വിട്ടുകൊടുക്കരുത് എന്ന് വിശ്വസിച്ച് നീ പ്രാർത്ഥിച്ചാൽ ഈ രാത്രി ഒരു അത്ഭുതങ്ങളുടെ ജീവിതം അതിന് യാതൊരു മാറ്റമില്ല. വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഒന്നൊന്നായി കർത്താവ് പല വ്യക്തികൾ വഴിക്കുന്നതായി ഈശോ കാണിച്ചു തരികയും ചില ജീവിതങ്ങളുടെ പേര് കെട്ടിയിടപ്പെട്ട കെട്ടുകൾ ഒന്നൊന്നായി സ്വർഗ്ഗം അഴിച്ചു തരുന്നുണ്ടെന്ന് ആത്മാവിനെ കൊടുക്കുകയും ഈശോയെ എല്ലാ ഭാരങ്ങളും മാറട്ടെ. ഈശോ എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. ഈശോയുടെ നാമത്തിലേക്ക് അനുഗ്രഹിക്കട്ടെ.
വിശ്വാസത്തോടെ ഈ ജനത്തിന്റെ മുമ്പിൽ പരിഹാസമാത്രമാക്കിയ നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചാൽ ഒരിക്കലും മറ്റുള്ളവർക്ക് പരിഹസിക്കാൻ നിന്നെ അനുവദിക്കില്ല. നിനക്കെതിരായ ഒരു വഴിയോട് വരും. എത്ര വഴി ശ്രമിക്കപ്പെടുന്ന നിനക്കെതിരായി അവർ ഒരു വഴിയോട് വരും. 7 വഴിയോട് ഞാനവരെ നിന്റെ മുമ്പിൽ വെച്ച് നമുക്കത് കാണാൻ ആ കർത്താവിനെ മക്കൾക്കൊക്കെ പറഞ്ഞു കുഞ്ഞുങ്ങൾക്കത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ കർത്താവ് കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞു മക്കളോടെ പറഞ്ഞ് ഒരു പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുക. യോശുവയുടെ പുസ്തകത്തെ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം നമ്മൾ പറഞ്ഞു ഇസ്രായേൽ ജനം കർത്താവിന്റെ സ്വന്തം ജനമായി മാറിയപ്പോൾ കടൽ ഓടി പറഞ്ഞു. പിന്നെ എന്ത് മാറി? യോർദാൻ പിന്മാറി. അപ്പൊ 3-ാം അധ്യായം യോശുവയുടെ പുസ്തകത്തില് 3-ാം അധ്യായം കേട്ടോ. ഇവിടെ എന്താണ് കേട്ടിരിക്കുന്നത്? യോർദാൻ കടക്കുന്നത് യോശുവ ഈ കൂട്ടിൽ എങ്ങോട്ടുള്ള യാത്രയിലാണെങ്കിൽ എങ്ങോട്ടുള്ള യാത്ര ഈജിപ്തിൽ നിന്ന് പറഞ്ഞ ഇവിടെ എത്തിയിട്ടുള്ളൂ. അപ്പൊ കർത്താവ് ഇവരെ യോർദാൻ നദിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. വായിച്ചു. യോശുവ അവിരാമിലെ എഴുന്നേറ്റ് ശിക്ഷിമിൽ നിന്ന് യോർദാൻ നദി കയറി കടന്നുപോയോ? ഇല്ല. ഇത് കടന്നാലേ എങ്ങോട്ടാ പോകുന്നത്? കാണാൻ ദേശത്തോട്ട്. ഇത് കടന്നാലേ അത് ഇത് കടന്നു പോകാം. ഇവരിവിടെ വന്ന് നിർത്തുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ യോശുവ എന്ത് ചെയ്തു? അടുത്ത പറഞ്ഞു വായിച്ചേ. മറുകര സൗകര്യം പറഞ്ഞ് അവിടെ യോർദാൻ പെട്ടെന്ന് പറ്റിപ്പോവോ? നിങ്ങൾ ഈ ഭാഗം വായിച്ചു നമുക്കറിയാം. അടുത്ത മഞ്ഞ് കാലമാകുന്നതിനാൽ ലെബനോൻ കുന്നുകളിൽ നിന്ന് മഞ്ഞുരുകി ആ മഞ്ഞ് യോർദാൻ നദിയിലേക്ക് എത്തി. അപ്പോൾ യോർദാൻ 10 കര കവിഞ്ഞു എന്നാണ് അതിൽ എഴുതിച്ചത്. അപ്പോൾ സാധാരണയിൽ കവിഞ്ഞുള്ള വലിയൊരു നിറഞ്ഞ യോർദാൻ നദികളെ മുന്നിലാണ് ഇസ്രായേൽ മക്കൾ യോശുവയോടൊപ്പം പറഞ്ഞിരുന്നത്. ഇത് കടന്നു പോകണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു. ബുദ്ധിയിൽ ചിന്തിച്ച് ഒരു പാലം ഉണ്ടാക്കി അപ്പറ കടത്താൻ സാധ്യമാവോ?
സമയമെടുക്കും. അത്രയും സമയം നമുക്ക് എന്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്? കാനാദേശം. അവരെങ്ങോട്ടാ പോകുന്നത്? കാനാദേശം. ഈ വെള്ളം പമ്പ് ചെയ്ത് മാറ്റി പരിശോധിക്കാൻ വൃത്തിയുടെ ഒരു കാര്യം നടക്കുന്നു. നമ്മൾ ജോഷുവായി ശ്രദ്ധിക്കണം. അടുത്ത വർഷം വായിച്ചു 3 ദിവസം അവർക്ക് എത്ര ദിവസം താമസിച്ചു? 3 ദിവസം. ടൈം ഫ്രെയിം. എന്നെയും നിങ്ങളെയും കൊണ്ട് കർത്താവ് ചിലപ്പോ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഒരു ടൈം ഫ്രെയിം കൊണ്ടുപോയി. ചിലർക്ക് 1 ദിവസമായിരിക്കും, ചിലർക്ക് 2 വർഷമായിരിക്കും, ചിലർക്ക് 10 വർഷമായിരിക്കും. ഞാൻ നിൽക്കേണ്ട വരും ചില സമയങ്ങളിൽ. ഈ നിൽപ്പിന്റെ സമയത്ത് ഇനി എന്ത് ചെയ്യണം? അതാണ് എന്നോട് ഞാൻ പറയാം. ജോർദാനോട് നിൽക്കുന്നവര് സത്യമായ ഒരു കാര്യമാണ്. ഈ നിൽപ്പിന്റെ സമയം ചെയ്യേണ്ട 4 കാര്യങ്ങൾ എന്നോട് ഞങ്ങൾ പറയുകയാണ്. അത് വായിച്ചാണ് എഴുതിയിരിക്കുന്നത്. 3 ദിവസം കഴിഞ്ഞ് പ്രമാണികൾ പാളയത്തിലൂടെ നടന്ന് ജനങ്ങളോട് കൽപ്പിച്ചു, ലേവ്യ പുരോഹിതന്മാർ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാഗ്ദാനപ്രകാരം സംഭവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ അനുകരിക്കും. ഉദാഹരണമായി ലേവ്യ പുരോഹിതന്മാരോ ഇത് ചെയ്യുമെന്നാണെന്ന് പറഞ്ഞു. ജനപ്രകാരം ഇവരുടെ നേതൃത്വം കൊടുക്കുന്നതാണ് ആരാണ്? യോശുവ. ഈ ആലോചന ആർക്കാരും കിട്ടിയത്? ആർക്കാരും കിട്ടിയത്? യോശുവ. ഈ ആലോചന എവിടെ നിന്ന് കിട്ടി? അപ്പൊ ഈ 3 ദിവസം ഈ നിന്ന സമയം അത്രയും യോശുവ എന്ത് ചെയ്യുകയായിരുന്നു? ദൈവത്തോട് ആലോചന ചോദിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ചില പ്രതിസന്ധിയിൽ നിൽക്കാൻ ദൈവം അനുവദിക്കുമ്പോ ദൈവം നിന്നോട് പറയുകയാണ്, ഈ ചെങ്ങളുടെ മുമ്പിലേക്ക് അനുവദിക്കപ്പെടുമ്പോ നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ദൈവത്തോട് ആലോചന ചോദിക്കുക. ദൈവത്തോട് ആലോചന ചോദിക്കുക. ഇതിനെ എങ്ങനെ ഞാൻ മറികടക്കും? മറ്റു പല വ്യക്തികളുടെ ആലോചനയല്ല സ്വർഗം ആവശ്യപ്പെടുക. യോശുവ ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോ അതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ആലോചന കൊടുത്തു. സ്വർഗം കൊടുത്തു. എന്ത് ചെയ്തു? ഈ വാഗ്ദാനങ്ങളോ വന്നതോ ഉണ്ടായിരുന്നോ? 3 ദിവസം മുമ്പ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എങ്കിൽ ഈ ആലോചന സ്വർഗം കൊടുത്തില്ലായിരുന്നെങ്കിൽ ആദ്യം ചെയ്യില്ലായിരുന്നോ? ചെയ്യുമായിരുന്നോ? ചെയ്യുമായിരുന്നു. അപ്പോ സ്വർഗം ആലോചന കൊടുത്തത് കൊണ്ടാണ് യോശുവ ജനപ്രമാണികളോട് പറയാൻ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നിങ്ങൾ ഫാമിലിയായി ജീവിക്കാം. ഒരു പ്രതിസന്ധി മുമ്പിലേക്ക് വന്നു. അപ്പൊ ആദ്യം ആരാണ് ചോദിക്കണം? ദൈവത്തോട് ഇരുന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. എന്റെ ദൈവം എന്താണ് ചോദിക്കുന്നത്? അത് ഏത് വ്യക്തിയുമാണ്, ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, ഇവിടെ വരെ ദൈവസ്ഥലത്തിൽ ഇരുന്ന് ഒരു ആലോചന നീ ചോദിച്ചു പറയുമ്പോ ഉത്തരം ഈ അടുത്ത വചനത്താണ്. ദൈവം തന്ന ഉത്തരം ജോഷുവ എന്ത് ചെയ്തതാണ്? സ്വയം തീരുമാനം എടുത്തോ? ഇല്ല. ജോഷുവയുടെ മുമ്പിൽ ജനപ്രമാണികളുണ്ട്. ഉണ്ട്. ലേവ്യ പുരോഹിതന്മാരുണ്ട്. ഉണ്ടോ? അപ്പൊ ഞാനും നിങ്ങളോട് പ്രാർത്ഥിക്കുമ്പോ ദൈവം പല ആലോചന നമുക്ക് തരും. എല്ലാ ആലോചനയും ശരിയാണെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടോ? നമ്മളൊക്കെ വിശുദ്ധനാണോ? അല്ല. അപ്പോൾ എന്ത് ഈ ആലോചന ആളുകളെ ഡിസ്കസ് ചെയ്യണം? സഭയോട് ചേർന്ന് സഭ ഉണ്ടായവരോട് പുരോഹിതരോട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അത് പ്രാവർത്തികമാക്കാറുള്ളൂ. സ്വർഗതരും അതിന് ഞാനും നിങ്ങളുടെ എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും എത്ര വിശുദ്ധരാണെങ്കിലും ജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് സ്വർഗം പറയാൻ, കുടുംബജീവിതത്തിൽ നായകന്മാരായ കുടുംബനാഥന്മാരോട് അമ്മമാരോട് സ്വർഗം പറയാൻ, മക്കളെ സ്വർഗം ചില ആലോചന തരുമ്പോൾ ഇത് നിന്റെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ, ദേശത്തിന് വേണ്ടിയാണെങ്കിൽ, രാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? സഭയുടെ അനുഗ്രഹം നീ ചോദിക്കണം. സഭയുടെ ആലോചന നീ സ്വന്തമാക്കണം. അപ്പോൾ ഈ ഒരു ആലോചന കിട്ടിയിരിക്കാം. ഉടനെ വീട്ടിലറിയിപ്പോൾ ഓടി വന്ന് ദേവാലയത്തിൽ എത്തണം, ബലിപീഠം കൊടുക്കണം, ബലിപീഠം കൂട്ടാരത്തിലേക്ക് സമർപ്പിക്കണം. രണ്ടാമത്തെ അത്താരിക്ക് കൊടുക്കുമ്പോൾ പ്രാവർത്തികമാകാൻ സഭയിൽ നിന്നൊഴുകും, ബലിപീഠത്തിനൊഴുകും. എന്റെ ഈ തീരുമാനം പ്രാവർത്തികമാകാനുള്ള കൃപ കർത്താവിന്റെ സഭയിൽ നിന്നാണ്, കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്നാണ്, കൂദാശയിൽ നിന്നാണ് എന്റെ ജീവിതത്തിലോട്ട് വരുന്നത്. എന്നോട് നിങ്ങളൊക്കെ ദൈവം സംസാരിക്കും പ്രതിസന്ധികളിൽ. ഇതെനിക്ക്
പ്രാവർത്തികമാക്കാൻ കൃപ കിട്ടുക എപ്പോഴും സഭയിൽ നിന്ന് അടുത്ത പദമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാഗ്ദാന ഘടകം സംഭവിക്കുന്നത് കാണുമ്പോൾ നിങ്ങളവരെ അനുഗ്രഹിക്കണം. ഈ സഭയോട് ചേർന്ന് യാത്ര ചെയ്താലേ ഈ ചെറുകളിൽ മുറിച്ചു കിടക്കാൻ നമുക്ക് പറ്റുള്ളൂ. ദൈവത്തിന്റെ അത്താഴയോട് ചേർന്ന് യാത്ര ചെയ്താലേ ഈ ചെറുകളെ മുറിച്ചു കിടക്കാൻ നമുക്ക് പറ്റുള്ളൂ. പുരോഗമനമായ ബ്ലെസ്സിംഗ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരുടെ ദൈവികമായ കൃപകൾ നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് പിടിക്കണം. രണ്ടാമത്തെ വായിച്ചു. അപ്പൊ നിങ്ങൾ അവരെ അനുഭവിക്കണം. അപ്പൊ ഈ സഭ കൂട്ടായ്മയോട് ചേർന്ന് നീ ഇറങ്ങാൻ പഠിക്കണം. അപ്പൊ നമ്മൾ ആരാണ് നയിക്കുന്നത്? സഭയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയിൽ നിന്നുള്ള കൃപയാണ് നമുക്ക് മുമ്പേ നിങ്ങൾ നമ്മളല്ല നിങ്ങൾ നമുക്ക് മുമ്പേ സഭയിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന കൃപ നീങ്ങിക്കൊണ്ടിരിക്കുക. അതാണ് കഥ സംഭവം. അപ്പൊ ഈ കൃപ ഇങ്ങനെ മുന്നിൽ നീങ്ങുമ്പോ പൗലോസിന്റെ മുന്നിൽ എന്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്? കൃപ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൃപ മുന്നിൽ നടക്കുമ്പോൾ ഞാൻ കൃപയെ അനുഗമിക്കുകയാണ്. അപ്പോൾ ഈ കൃപയിലൂടെ ഈ പ്രതിസന്ധിയെ മറികടക്കാനാണ് ഒരു സ്വാതന്ത്ര്യം. ഞാൻ അടുത്ത വായിക്കും. നാലാമത്തെ ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി. അപ്പൊ ശരി, ഈ രൂപയിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ ചെറുകളിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. 4 ദിവസത്തിൽ നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മൾ കടന്നു പോയതാണോ? അല്ല. ഇല്ല. അടുത്ത സെക്കൻഡ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അടുത്ത മണിക്കൂർ നമ്മൾ കടന്നു പോയിട്ടുണ്ടോ? ഇല്ല. ഇത് വലുതായിരുന്നു. ഞാൻ കടന്നു പോകേണ്ടതാണ്, പക്ഷെ ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഇതുവരെ ഞാൻ പോകാതിരിക്കുമ്പോ എനിക്ക് സഭയിൽ നിന്നുള്ള കൃപ, വെളിയിടത്തിന്റെ കൃപ, ഉദാസകളുടെ കൃപ എന്റെ മുമ്പിൽ ഉണ്ടാകണം. ഇതുവരെ നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴിക്ക് കാണിച്ചു ഉദാസകൾ സഭ നമുക്ക് കാണിച്ചു തരാമോ? കാണിച്ചെന്ന് പറഞ്ഞേ വെളിച്ചമായി ഈശോയെ അനുഗമിച്ചാൽ ഇതിലൂടെ നമുക്ക് നടക്കാം. വായിച്ചു. ജോഷുവ ജനത്തോട് പറഞ്ഞു, എന്ത് ചെയ്യണം? നടക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യങ്ങൾ ചെയ്യണം. അനുനിമിഷം ചെയ്യേണ്ട ഒരു കാര്യമായി വചനം ജോഷുവോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും. നാളെ നിങ്ങളുടെ ഇടയിൽ പ്രാർത്ഥന എല്ലാം ഉണ്ട്. എനിക്ക് വേണ്ട മറ്റൊരു കാര്യം എന്താണ്? എൻ്റെ ഉള്ളിലെ വിശുദ്ധി, ശുദ്ധീകരണം. ഇതെന്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ കർത്താവിന്റെ അനുഗ്രഹം എന്ത് ചെയ്യാൻ തുടങ്ങും? അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവം വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ചെയ്യും. പക്ഷെ ഈ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്റെ ഭാഗത്തും ഉണ്ടാകുന്ന ഈ വിശുദ്ധീകരണം, സ്വയം പരിശോധന, ആത്മപരിശോധന. എന്റെ വാക്കിൽ എന്താണ് പ്രശ്നം? എന്റെ ചിന്തയിൽ എന്താണ് പ്രശ്നം? എന്റെ കണ്ണിൽ എന്താണ് പ്രശ്നം? എന്റെ പ്രവൃത്തികളിൽ എന്താണ് പ്രശ്നം? ഈ ആത്മപരിശോധന നടത്തുമ്പോൾ കർത്താവിനെയാണ് നമ്മളെ നിങ്ങളുടെ എന്ത് ചെയ്യും? അത്ഭുതങ്ങൾ. വചനം വായിച്ച് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നാളെ നിങ്ങളുടെയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് വചനം വായിക്കും. വാഗ്ദാനം ഇടപെടുന്നത് ജനങ്ങൾക്ക് മുമ്പേ നടക്കുമെന്ന് അവർ പുരോഹിതന്മാരോട് പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കർത്താവ് യോശുവയോട് പറഞ്ഞു, മോശയോട് കൂടെയുള്ളതുപോലെ നിങ്ങളോട് കൂടെയുള്ളത് അവർ അറിയുന്നതിന് ഇന്ന് നിന്നെ ഇസ്രായേലിന്റെ മുമ്പാകെ ഉന്നതമാക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, യോശുവയാണ് ഇവരെ കൊണ്ടുവന്നത്. ജോർദാനിൽ മുമ്പിൽ നിന്നപ്പോ ജനം കൈയെടുത്ത് യോശുവയെ അഭിനന്ദിച്ചോ? അഭിനന്ദിച്ചോ? ഇല്ല. കൊണ്ടുവന്നപ്പോൾ നിർത്തിയിരിക്കുകയാണ് ഒരു നദിയുടെ മുമ്പിൽ. വഴിയില്ലാത്ത അവസ്ഥ കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ എല്ലാവരും പരിഹസിച്ചു. പക്ഷെ അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ കൃപ, ആലോചനകളോ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന കർത്താവ് പറഞ്ഞു, മോശയോടുകൂടെ എന്നതുപോലെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഇന്ന് ഇസ്രായേലിന്റെ മുമ്പിൽ ഞാൻ എന്താക്കാൻ പോവാണ്? ഉന്നതനാക്കാൻ. തകർത്ത് വിമർശനങ്ങളും കുറ്റങ്ങളും കേട്ടിരിക്കുന്ന എല്ലാവരുടെ മുമ്പിൽ മോശക്കാരായിരിക്കുന്ന ദോഷമായ കർത്താവ് എന്ത് ചെയ്യാൻ പോവാണ്? ഉന്നതനാക്കാൻ പോവുകയാണ്. കർത്താവ് വായിച്ചു. ജോർദാനിലെ വെള്ളത്തിൽ ഇറങ്ങി വരുമ്പോൾ അവർ നിശ്ചിതരായിരിക്കണമെന്ന് യോശുവ ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത് വന്ന ദൈവമായ കർത്താവിന്റെ വാക്ക് കേൾക്കുകയും അവർ തുടർന്നു, ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന്. കാനാന്യർ, ഹിത്യർ, ലിബ്യർ, പെരീസ്യർ, ഗിർഗാഷ്യർ, അമ്മൂര്യർ, ജബൂസ്യർ എന്നിവരെ മുന്നിൽ നിന്ന് തുരത്തുമെന്ന് ഇതിനാണ് അറിയണം. ഈ 13 വായിച്ച്
ചെയ്യും. ഞങ്ങൾക്ക് മുമ്പേ പോകുന്ന പുരോഹിതന്മാരുടെ കൂടെ ജോർദാൻ നദി കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. വഹിച്ചിരുന്നവർ ജോർദാൻ നദിയിലെത്തി വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ നിലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കടകമായിരുന്നു. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. ഈ ചെറുകളിലും ഈ മരുഭൂമിയും ഈ പാമ്പുകളിൽ പിടിക്കുന്ന അവസ്ഥകളൊക്കെയുണ്ട്. നിന്റെ മുമ്പിൽ ആര് നടക്കണം? ഈശോയോടൊപ്പം നടക്കണം. ആ ബലിയുടെ സ്വന്തമാക്കണം. പ്രാർത്ഥനയിലൂടെ വിശുദ്ധീകരണത്തിലൂടെ ഈ ബലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കിയാൽ പ്രിയപ്പെട്ട മക്കളെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ രാജ്യത്ത് നമ്മുടെ ദൈവം ജീവിക്കുന്നത് ചുറ്റുമുള്ള എല്ലാവരും പറയും. നിന്റെ കൂടെ ഈശോ ഉണ്ടെന്ന്, നിന്റെ കുടുംബത്തിൽ ഈശോ ഉണ്ടെന്ന് എല്ലാവരും അറിയും. ഈ ആരാധനകളും ആക്ടിവിറ്റികളൊക്കെ നമ്മുടെ ദൈവത്തിന്റെ ജീവിക്കുന്ന സാന്നിധ്യമായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിധികാരുടെ നാട്ടിൽ നമ്മുടെ ഭക്തിയിലേക്ക് ക്ഷണിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ ഇടപെടലുകൾ ഈ കൂട്ടായ്മയിൽ നിന്ന് വലിയ ശക്തിയോടെ ആവശ്യിക്കാൻ നമ്മൾ ആഗ്രഹിച്ച് ഉള്ളിലേക്ക് പ്രാർത്ഥിക്കും. സാധിക്കുന്നവരൊക്കെ കലകൾ കൊട്ടിപ്പിടിച്ച് കൂട്ടുകുത്തി നിങ്ങളുടെ എല്ലാം നിയോഗങ്ങളിലേക്ക് കർത്താവെ ഈ ആത്മാലയങ്ങളിലേക്ക് യേശുവേ ഈ തിരുവോസ്തികളിലേക്ക് എന്റെ ജീവിതത്തിന്റെ ചെറുകടകൾ കർത്താവെ അത് മുറിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈശോയെ എന്തെങ്കിലും സഭയിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റെടുക്കണമേ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാ